ആ വാക്ക് വിശ്വസിച്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സാറ് കൈവിടില്ലെന്ന് അനന്തേട്ടനും പറഞ്ഞു. ഉപേക്ഷിക്കല്ലേ സാർ. മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. സർ, ഞങ്ങളൊന്ന് അകത്തേക്ക് വരട്ടെ? വരൂ. ആരാ? സർ, എന്റെ പേര് ശിവകാമി. ഞാൻ അനന്തംപിള്ളയുടെ ഭാര്യ. ഇത് എന്റെ മകൾ നന്ദന. അനന്തംപിള്ളയുടെ ഭാര്യ മകളോ? അതെ സർ. എന്റെ മകളെ ദീപക് വിവാഹം കഴിക്കാന്ന് എന്റെ ഭർത്താവിനോട് വാക്ക് കൊടുത്തിരുന്നു. ഇവര് പറയുന്നത് നേരാണോടാ? നേരാ വലിയ ബാവ. ഇലക്ഷന് മുമ്പേ വാക്കുറപ്പിച്ചതായിരുന്നു. അപ്പൊ ഇതായിരുന്നു അന്നത്തെ കച്ചവടം. ആ ഒരു ഡീലിൽ എനിക്കെതിരെ മാടപ്പള്ളിയിലെ കാൻഡിഡേറ്റ്, ജയിച്ച മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞതെല്ലാം സത്യമായില്ലേ സർ? ഞാൻ പ്രശ്നം വെച്ചപ്പോൾ കണ്ട ഐശ്വര്യദേവതയായ പെൺകുട്ടി ദാ ഇതാണ്. ഇവിടെ ദീപക് വിവാഹം ചെയ്യുന്നതോടെ ഈ കുടുംബം രക്ഷപ്പെടും. അംബിക മാഡം, ഞാൻ ഇറങ്ങുകയാണ്. ഇനി തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചെടുക്കുക. ശരി സാർ. എന്റെ ഭർത്താവ് സാറിനോട് ഒത്തിരി ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറിത് ക്ഷമിക്കണം.
ഞങ്ങളെ ഉപേക്ഷിക്കരുത്, അടിച്ചിറക്കി വിടരുത്. ഏയ്, കരയാതിരിക്കോ? ഞാൻ തിരിച്ചു പൊക്കോളാം സാർ. പക്ഷേ എന്റെ മോളെ സാർ ഉപേക്ഷിക്കരുത്. അവക്ക് അഭയം കൊടുക്കണം. ചെറിയമ്മേ, ഇതിലൊക്കെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതെ മോളെ. അനന്തംപിള്ളയുടെ ഭാര്യയ്ക്കും മകൾക്കും ഞാൻ അഭയം തരണമെന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? അത് തുറന്നു പറയാം. അല്ല, എല്ലാം പ്രതാപനോട് തുറന്നു പറ ശിവകാമി. എന്റെ മോള് അമേരിക്ക പഠിക്കുകയായിരുന്നു. പക്ഷേ അവള് ഒരു അമേരിക്കൻ സംസ്കാരവും ഇല്ലാത്ത ഒരു പാവം കുട്ടിയാ. സാർ, ഇപ്പൊ എന്റെ ഭർത്താവ് ജയിലില്ല. ഉണ്ടാക്കിയ പണം മുഴുവനും പോയി. ആ ഇലക്ഷനോടെ എന്റെ ഭർത്താവ് തകർന്നു. ഞങ്ങള് വഴിയാധാരം ആവുകയും ചെയ്തു. എന്റെ ഈ മോള് റോൾ ചെയ്ത് കൊടുത്ത കാശും പോയി സാർ. അമ്മ കരയാതമ്മേ. ഞാനൊരു വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്നാ കരയുന്നത്. അതില് എനിക്ക് ഒരു നാണക്കേടുമില്ല. എന്റെ ഭർത്താവ് ജയിലിലുമായി, അങ്ങനെ പാപ്പരുമായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾക്ക് വകയില്ല. ചെറിയമ്മേ, കല്യാണം കഴിക്കാൻ വന്നവര് ദാരിദ്ര്യം പറഞ്ഞു കരയുന്നു. ഇതൊക്കെ എന്താ ചെറിയമ്മേ? എന്തോ തട്ടിപ്പുണ്ട്. എന്റെ മോള് അമേരിക്കയില് ജയിലിലായേനെ. പിന്നെ കൂട്ടുകാരെല്ലാരും കൂടിയാ മോളെ എന്റെ അടുത്തേക്ക് അയച്ചത്. അനന്തപിള്ള ചേട്ടൻ എല്ലാരെയും ശത്രുക്കളാക്കി കളഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല. ദീപക്ക് മോളെ കല്യാണം കഴിച്ചോളാന്ന് ഒരു വാക്ക് തന്നിരുന്നു. ആ വാക്ക് വിശ്വസിച്ച ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സാറ് കൈവിടില്ലെന്ന് അനന്തേട്ടനും പറഞ്ഞു. ഉപേക്ഷിക്കല്ലേ സാർ.